ഭ്രാന്തന്റെ പെണ്ണ്. രചന മുകുന്ദനുണ്ണി അമ്പാടി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. വലിയേട്ടാ. എന്തേ സാവിത്രി, നിനക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും എതിരഭിപ്രായം വല്ലതും ഉണ്ടോ? അത് എൻ്റെ മോള്. അവൾക്ക് അടുത്ത മിനിറ്റിൽ 17 തികയുള്ളൂ. കുഞ്ഞല്ലേ അവള്. കുട്ടികളി മാറാത്ത പ്രായം. വേണ്ട ഇപ്പം ഇങ്ങനെ കല്യാണം. അത് വേണ്ട വലിയേട്ടാ. കൃഷ്ണനുണ്ണി സാവിത്രി നോക്കി പൂച്ചിച്ചുകൊണ്ട് ചിരിച്ചു. കെട്ടിയോ മരിച്ചിട്ട് 10 വർഷം തികയാൻ ഇനി കുറച്ചു നാളേ ഉള്ളൂ. അത് ഓർമ്മയുണ്ടോ സാവിത്രിക്ക്? നിന്റെ വിവാഹം 16 വയസ്സിലായിരുന്നില്ലേ? പിന്നെ ഇപ്പൊ എന്താ? വലിയേട്ടാ പക്ഷെ എന്നെ പോലെ അല്ല അവള്. സെറ്റുമുണിന്റെ തുമ്പ് കയ്യിൽ പിടിച്ച് മൂക്ക് പിഴിഞ്ഞോണ്ട് അവൾ വിരുമ്പി. കരയേണ്ട സാവിത്രി, വേണി അടുത്തയാഴ്ച ഭഗവതി ക്ഷേത്ര നടയിൽ വെച്ച് ഗൗതമൻ താലി കെട്ടും. ആ ഒരാളെ തുറിച്ചു പോയിക്കൊണ്ട് പറഞ്ഞു. ആര്? തനക്ക് സുഖമില്ലാത്ത ചെക്കനോ? എങ്ങനെ അവനൊപ്പം എന്റെ മോള് കഴിയും? സാവിത്രിയുടെ മുഖത്തേക്ക് ദേഷ്യത്തോടെ നോക്കിയിട്ട് അയാൾ അകത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. നിന്റെ മോളെ പൊന്നും പണ്ടവും കൊട്ടും കുരവായിട്ട് പറഞ്ഞു വിടാനുള്ളത് ഇവിടെ ആരും ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഇതിപ്പോ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു വരുമ്പോ നോക്കിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ആ ചെക്കൻ്റെ അമ്മ മരിച്ചതിന് ശേഷം ആരും അവനെ നോക്കാനെന്ന് കുഞ്ഞമ്മാള് പറഞ്ഞു. ആ സ്ഥിതിക്ക് വലിയേട്ടാ. മുറിയുടെ പടിവാതിലെത്തി തിരിഞ്ഞു നിന്നിട്ട് അയാൾ പറഞ്ഞു. നിന്നെ കിട്ടിയത് നിന്നെക്കാൾ 15 വയസ്സ് മുതിർന്ന ഒരാളാ. പക്ഷെ നിന്റെ മോൾക്ക് നല്ലൊരു പയ്യനല്ലേ ഞാൻ കണ്ടുപിടിച്ച്. എനിക്ക് ഇതൊക്കെയല്ലേ കഴിയൂ സാവിത്രി, നീ പോയി കിടക്കാൻ നോക്ക്. അത്രയും പറഞ്ഞ് വാതിൽ കൊട്ടിയടച്ചിട്ട് അയാൾ മുറിയിൽ കയറി. സാവിത്രി അടുക്കളയോട് ചേർന്ന് ചെറിയ മുറിയിൽ കയറി. അമ്മേ. കരഞ്ഞളിങ്ങിയ കണ്ണുകളുമായി വന്ന സാവിത്രിയെ കണ്ട് വേണി അവരെ സൂക്ഷിച്ചു നോക്കി. എന്താ അമ്മേ കരയുന്നത്? അമ്മാവനെന്തിനും പറഞ്ഞോ? ഓളെ. സാവിത്രി വേണിയെ കെട്ടിപ്പിടിച്ചു. കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്ന കണ്ണുകളും കവിളും ധൃതിപ്പെട്ട് തുടച്ചുകൊണ്ടവർ പറഞ്ഞു. മോളെ ഇവിടെ ഇരിക്കുക, അമ്മയ്ക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ അമ്മേ? വേണിയെ കട്ടിലിരുത്തി അവളുടെ മുഖം കൈക്കുള്ളിലിരുത്തിയിട്ട് അമ്മ അവളോട് പറഞ്ഞു. അമ്മയുടെ മോൾ ഇപ്പോഴും കുഞ്ഞല്ല, വലിയ കുട്ടിയായി. കല്യാണപ്രായമൊക്കെ ആയി. കല്യാണോ? നിക്കോ? ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ മോള് മറ്റൊരു വീട്ടില്ല. അമ്മ കൂടെ ഉണ്ടാവില്ല. അമ്മയില്ല ഞാൻ. വേണ്ടമ്മേ, എനിക്കിപ്പോ കല്യാണം വേണ്ട. ആളമ്മയോട് പിണങ്ങി കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ജനാലയുടെ അരികിൽ നിന്ന് ചിനുങ്ങി. കരയില്ലേ മോളെ. അമ്മയെ നോക്കാതെ മൗനമായി വേണി നിന്നു. അടുക്കളയിൽ നിന്ന് ആരോ വിളിക്കുന്നതായിട്ട് സാവിത്രി അങ്ങോട്ട് ഓടി. രാത്രി അമ്മയെ കെട്ടിപ്പിടിച്ച് വേണി കിടന്നു. അവരവിടെ മുടികളിൽ തലോടിക്കൊണ്ട് എപ്പോഴോ ഉറങ്ങി. ദിനങ്ങൾ ഓരോന്നായി കടന്നുപോയി. കല്യാണ ദിവസം എത്തി. വലിയേട്ടൻ വേണി എത്രയും പെട്ടെന്ന് പറഞ്ഞുവിടുന്ന സന്തോഷത്തിലാണ്. സാവിത്രി കണ്ണുനീരൊളിപ്പിച്ചുകൊണ്ട് അവിടെ ഓരോ തിരക്കിലേക്ക് വീണു. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം അയാൾ വീണ്ടും തിരക്ക് കൂട്ടി വിളിച്ചു പറഞ്ഞു. സാവിത്രി വേഗം വാ, മുഹൂർത്താവറായി. വേണിയുടെ കൈപ്പിടിച്ച് ക്ഷേത്രത്തിലേക്ക് നടക്കുമ്പോൾ സാവിത്രി അവളെ കണ്ണെടുക്കാതെ നോക്കി. പണ്ട് സാവിത്രിയുടെ അമ്മ അവൾക്ക് നൽകിയ കാശിമാല മാത്രമായിരുന്നു ആഭരണമായി വേണിക്കുണ്ടായിരുന്നുള്ളൂ. കയ്യിൽ എപ്പോഴും അമ്പലത്തിൽ നിന്ന് വാങ്ങിയ ചുവന്ന കുപ്പിയോളകളും. അമ്മ എന്തേ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല, മോള് വാ. അമ്പലനടയിലെത്തിയതും ഗൗതം മണ്ഡപത്തിൽ ഒരു ചിരിയോടെ ഇരിക്കുന്നുണ്ട്. അണിഞ്ഞൊരുങ്ങി മണ്ഡപത്തിലേക്കായിരുന്ന വേണിയെ ഇമവട്ടാതെ നോക്കിയിട്ട് ഗൗതമൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. വേണി ആരെയും നോക്കാതെ മുഖം കുനിച്ച് നിൽക്കുകയാണ്. ഗൗതമൻ അവളുടെ കഴുത്തിൽ താലി ചാർത്തുമ്പോൾ അവളുടെ കണ്ണിൽ ഒളിപ്പിച്ചു വെച്ച ആ ഒരിറ്റു കണ്ണീരും പൊഴിഞ്ഞു. അഗ്നിക്ക് വലം വെക്കുമ്പോൾ അവൾ അമ്മയെ നോക്കി. അമ്മയുടെ കണ്ണുകൾ തോരുന്ന കാലം ഉണ്ടാവില്ലെന്ന് അവൾക്ക് തോന്നി. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഗൗതമൻ വേണിയുടെ കൈ മുറുകെ പിടിച്ചു. കൈ വിടുവിക്കാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും വേണിക്ക് കഴിഞ്ഞില്ല. അമ്മയെ ഒന്ന് കെട്ടിപ്പിടിച്ച് യാത്ര പറയാൻ കൂടി കഴിഞ്ഞില്ല. പോകുമ്പോൾ വേണി അമ്മയെ ഒരുപാട് തവണ തിരിഞ്ഞു നോക്കി. കണ്ണുനീർ ഏറെ നേരം പിടിച്ചു വെക്കാൻ കഴിയാതെ സാവിത്രി കുളപ്പടവിലിരുന്നു. അത്രയും കരഞ്ഞു തീർക്കുകയായിരുന്നു. ഒടുവിൽ ഗൗതമനൊപ്പം വീരമഠം തറവാട് മുറ്റത്തെത്തിയപ്പോൾ അവൻ ആദ്യമായി അവളോട് സംസാരിച്ചു. വേണി, ഇതാ എന്റെ വീട്. ഇനി നീ ഇവിടെയാ എന്റെ കൂടെ. വേണി കണ്ണുമിഴിച്ച് നോക്കി നിന്നു. വലിയൊരു കൊട്ടാരം തനിക്ക് മുമ്പിൽ. ഗൗതമനൊപ്പം അവൾ മുമ്പോട്ട് ചുവടുകൾ വെച്ചു. നിലവിളക്കൊടുത്ത് വലതുകാല് വെച്ച് അവൾ അകത്തേക്ക് കയറി. എല്ലാം കഴിഞ്ഞ് സന്ധ്യമായി ഇരുൾ മൂടി തുടങ്ങി. മുറിയിൽ ജനലകളിൽ വിരൽ കോർത്ത് പിടിച്ച് വേണി അമ്മയെ ഓർത്തു. ഗൗതമൻ എന്ത് ചെയ്താലും എതിർക്കരുതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ഭാര്യയുടെ കടമയാണത്രയല്ല. മുറിയിലേക്ക് ഗൗതമൻ കയറി വന്നു. വേണിയുടെ കൈകൾ വിറക്കാൻ തുടങ്ങി. അവൻ തലകുനിച്ച് അവന് മുമ്പിൽ നിന്നു. വേണി. ഗൗതമൻ മൃദുവായി അവളെ വിളിച്ചു. അവൾ മേലിനെ തല ഉയർത്തി അവനെ നോക്കി. ആദ്യമായിട്ടാണ് അവന്റെ മുഖം കാണുന്നത്. ഒരു യുവ കോംപ്ലൻ. 22 കഴിഞ്ഞാണില്ല. ഒരു നാട്ടിൻപുറംകാരന്റെ വസ്ത്രധാരണമല്ല. വേണിയുടെ വിറക്കുന്ന ഇരുകരങ്ങളും അവൻ മുറുക്കെ പിടിച്ചു. വേണി പെട്ടെന്ന് പിന്നോട്ട് മാറി. പേടിക്കാതെ വേണി, ഞാൻ നിന്റെ കൈകൾ വിറക്കുന്ന കണ്ട് പിടിച്ചതല്ലേ. ഉള്ളിലെ ഭയവും ആദ്യമായി അമ്മയെ കാണാൻ നിൽക്കുന്ന ദുഃഖവും അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് അമ്മയെ കാണണം. അയ്യോ വേണി കരയില്ലേ. ഇപ്പൊ അമ്മയെ കാണാൻ പറ്റില്ല. മാത്രമല്ല അച്ഛാളൊരു കണിശക്കാരനാ. നമ്മളെ എങ്ങും പോകാൻ വിടില്ല. വേണിയുടെ കവിളുകളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് ഗൗതമൻ അവളെ കട്ടിലിരുത്തി. എന്നിട്ട് ഗൗതമൻ ചുമലിൽ ചാരിന്ന് അവളെ നോക്കി. വേണി മുഖമുയർത്തി അവനെ നോക്കി. അവളുടെ ചുണ്ടിൽ നേരിയ പുഞ്ചിരി വിടർന്നു. പേടിക്കണ്ടാട്ടോ വേണി. അത് പറഞ്ഞുകൊണ്ട് അവൻ കട്ടിലരികിലേക്ക് നടന്നു. ഗൗതമൻ അവൾക്കരിയിലിരുന്നു. ഏറെ നേരം അവൾ നോക്കിയിരുന്നിട്ട് അവനൊരു കള്ളച്ചിരിയോടെ ചോദിച്ചു. വേണി, ഞാൻ നിന്റെ കവിളിലൊരു മുത്തം തന്നോട്ടെ. വേണിക്ക് നാണകവും ഭയവും ഇരട്ടിച്ചു. അവൾ മുഖം തിരിച്ച് കട്ടിലിരുന്നു.
പെട്ടെന്ന് മുറിയുടെ പുറത്തുനിന്ന് ആരോ വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ട് ഗൗതമൻ തിരിഞ്ഞു നോക്കി. വാതിൽ തുറന്നു നോക്കിയതും കാര്യസ്ഥൻ കൊച്ചുപിള്ള കിതച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്നു. എന്താ പിള്ളച്ചേട്ടാ? കുഞ്ഞെ വേണിമോളുടെ പുറകിൽ നിന്ന് ഉറക്കെയുള്ള വിളി കേട്ട് പിള്ളയൊന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കി. ഗൗതമിന്റെ അച്ഛൻ നീലണ്ടനായിരുന്നു അത്. മുറുക്കി ചുവന്ന ചുണ്ടുകളും വെളുത്തടിച്ച ശരീരവും. വേണി വാതിലിന് ഗൗതമിനിടയിലൂടെ പുറത്തേക്ക് നോക്കി. അയാൾ മുറിയുടെ അടുത്തേക്ക് നടന്നു വന്നിട്ട് പിള്ളയെ ദേഷ്യത്തോടെ നോക്കി. എന്തൊരു വിദ്യാടോ താൻ! അയാളോട് അത്രയും പറഞ്ഞ് ഗൗതമനോട് പറഞ്ഞു. മനു, വാതിലടച്ചോളൂ. ഇയാള് കാര്യം അറിയാതെ. ഒന്നില്ല, നോക്കിക്കാതെ വാടോ പിള്ളേ. ഗൗതമനെ നോക്കി അയാൾ ഗൗരവം നിറഞ്ഞ ശബ്ദത്തോടെ പറഞ്ഞു. ഗൗതമൻ വാതിലടച്ച് വേണിയുടെ അടിയിലേക്ക് നടന്നു. മനു? വേണി ഒരു സംശയത്തോടെ ചോദിച്ചു. അച്ഛനോട് എല്ലാവരും എന്നെ മനു എന്നാ വിളിക്കാറ്. വേണി മനുവേട്ടാന്ന് വിളിച്ചോളൂ കേട്ടോ. വേണി ഒന്ന് മൃദുവായി പുഞ്ചിരിച്ചു. ഗൗതമൻ അവിടെ അരികിലിരുന്നു. വേണി ഒന്നുകൂടി അവനരിയിലേക്ക് അടുത്തു. എനിക്ക് പേടിയാ. എന്തിനാ വേണി? ഞാനില്ലേ, ഇപ്പൊ നീ കിടന്നോ? വേണി കിടക്കയിൽ കിടന്ന് ഗൗതമനെ നോക്കി. ഗൗതമൻ അവൾക്കരികിൽ കിടന്നു. അവൻ മേലെ കണ്ണുകളടച്ച് ഓരോ കാര്യങ്ങൾ ആലോചിച്ചു അവൾക്കരികിൽ മലർന്നു കിടന്നു. പിള്ളച്ചേട്ടൻ എന്തായിരിക്കും പറയാമെന്ന്? അച്ഛൻ എന്തിനാവും തടഞ്ഞ്? അച്ഛനോട് നേരിട്ട് ചോദിച്ചാലോ? എന്തായാലും രാവിലെ ആവാം, അതാവും നല്ലത്. ഗൗതമൻ പതിയെ ഉറക്കത്തിലേക്ക് വീണിരുന്നു. വേണിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ആൾ തിരിഞ്ഞു മറിഞ്ഞും കിടന്നു. ഉറങ്ങാൻ കഴിയാതെ നേരം പുലരുവോളം കിടന്നു. പുലർച്ചെപ്പോഴോ ചെറുതായി ഒന്ന് മയങ്ങിയപ്പോഴാണ് പുറത്ത് പണിക്കാരുടെ ശബ്ദം കേട്ട് കിടക്കയിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് അവൾ ചുറ്റിലും നോക്കിയത്. കിടക്കയിൽ ഗൗതമിനെ കാണുന്നില്ല. അവൾ ജനൽ വഴി പുറത്തേക്ക് നോക്കി. ജനലഴിയിൽ പിടിച്ച മൗനമായി അവൾ ദൂരേക്ക് നോക്കി നിന്നു. ഗൗതമൻ കുളി കഴിഞ്ഞ് തലയുടച്ചുകൊണ്ട് മുറിയിൽ കയറി. എന്നിട്ട് പുറത്തേക്ക് നോക്കിയിരിക്കുന്ന അവൾക്ക് തൊട്ടുപുറകിലേക്ക് നിന്നു. എന്താ വേണി നോക്കുന്നത്? അത് എനിക്കിവിടെ എന്താ ജോലി ചെയ്യേണ്ടത്? എന്റെ ജോലി എന്തൊക്കെയാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പുതിയൊരു വീട്ടിലേക്ക് പറിച്ചു നടപ്പെട്ട അവൾ പരിഭ്രമം കലർന്ന ഭാഗത്തിൽ അവനോട് ചോദിച്ചു. അതാണോ? ആദ്യം നീ പോയി കുളിച്ചിട്ട് വാ. നിനക്ക് മാറാനുള്ള കരമാറയിലുണ്ട്. അത് കഴിഞ്ഞ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. വേണിയൊന്ന് മൂളിയിട്ട് ശരിയെന്ന അർത്ഥത്തിൽ തലയാട്ടി. അലമാരയുടെ അടുത്തേക്ക് നടന്ന് അലമാര തുറന്ന് സാരി നോക്കിയിട്ട് അവൾ ഗൗതമനെയും നോക്കി. അവളുടെ നോട്ടം കണ്ട് സംശയത്തോടെ അവൻ ചോദിച്ചു. എന്ത് വേണി, നിനക്ക് ഇഷ്ടായില്ലേ? അത് എനിക്ക് സാരി എടുക്കാൻ അറിയില്ല. ഇത്രയും നാൾ ധാവണിയും പട്ടുപാവടയായിരുന്നില്ലേ? ഇന്നലെ അമ്മയെ സാരി ഉടുപ്പിച്ചെന്ന്. ഇനിയിപ്പോ എന്താ ചെയ്യാ? സാരില്ല, ഞാൻ സഹായിക്കാം. നീ കുളിച്ചു വാ. അവൾ കണ്ണുമിഴിച്ച് അവനെ നോക്കി. എന്നിട്ട് വസ്ത്രമെടുത്ത് കുളിമുറിയിലേക്ക് കയറി. കുളിക്കുമ്പോൾ അവൾ നിറഞ്ഞ ചിരിയോടെ അവനെ ഓർത്തു. പാവാണ് തോന്നുന്നു. മനുവേട്ടൻ, മനുവേട്ടൻ. അവൾ ആ പേര് മനസ്സിൽ 3-4 തവണ ഉരുവിട്ടു. എന്നിട്ട് മനസ്സിൽ പറഞ്ഞു. അമ്മേ, പേടിക്കണ്ട കേട്ടോ. ഇവിടെ എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ അമ്മയൊന്നും എനിക്ക് കാണാൻ കഴിയില്ലല്ലോ. കുളി കഴിഞ്ഞ് കുളിമുറിയിൽ നിന്നിറങ്ങി മുറിയിലേക്ക് വന്നു. ഒരു സ്ത്രീ അവളെ കാത്തോടെ നിൽക്കുന്നു. എന്താ കുഞ്ഞെ നോക്കുന്നേ? ഞാൻ ചെയ്യും. ഇവിടെ അടുക്കളയിലെ കാര്യമൊക്കെ ഞാനാ നോക്കണേ. ഞാൻ വസ്ത്രമായിട്ട് അടുക്കളയിലേക്ക് വരാം. അയ്യോ, മോൾക്ക് എടുക്കാൻ മാത്രം പണിയൊന്നും ഇവിടെ ഇല്ല. മോള് മനുക്കുഞ്ഞിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. മനുക്കുഞ്ഞ് പറഞ്ഞു മോൾക്ക് സാരി ഉടുക്കാൻ അറിയില്ലെന്ന്. അതാ വന്ന്. ആ ആൾ നിറഞ്ഞ ചിരിയോടെ അവരെ നോക്കി. സാരി എടുത്ത് അവിടെ കയ്യിൽ കൊടുത്തിട്ട് അവരുടെ മുഖത്ത് നോക്കി. അവൾ സൗമ്യമായി ഒന്ന് ചിരിച്ചു. അവരവൾക്ക് സാരി ഉടുപ്പിച്ച് കൊടുത്തു. അതിനിടയിൽ അവൾ അവരോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചു. മനിയേട്ടൻ്റെ അച്ഛൻ ആളിങ്ങനെയാ? അയ്യോ, ആളൊരു ദേഷ്യക്കാരനാ കുഞ്ഞെ. ഇവിടെ എല്ലാവർക്കും പേടിയാ. പറഞ്ഞതനുസരിക്കാണ്ടിരുന്ന ദേഷ്യം കൂടും. അവ കയ്യിലെ വടികൊണ്ട് അടിയാവും. അത് കേട്ടത് അവൾ ഭയന്നോട് നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു. എന്റെ ഭഗവതി, മോള് പേടിക്കണ്ട. മോള് മനുക്കുഞ്ഞിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. മനുവേട്ടനും അച്ഛനെ പോലെ ദേഷ്യക്കാരനാണോ? അല്ല മോളെ, മനു അച്ഛനെ പോലെ ഒന്നല്ല. എല്ലാവരോടും നല്ല സ്നേഹ. പക്ഷേ സുഖമില്ലാതായ പിന്നെ എന്താ ചെയ്യാന്നറിയില്ല. അച്ഛൻ നമ്പുരാന് പോലും പേടിയാ. അതാ പറഞ്ഞ് മോള് മനുക്കുഞ്ഞിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയെന്ന്. ചീരു പറഞ്ഞു കേട്ട് ആളൊന്നും മനസ്സിലാവാ വാതിലിനരികിൽ നിന്നു. ചീരു സാരി ഉടുപ്പിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൾ പിന്നിൽ നിന്ന് വിളിച്ചു. ഒന്ന് നിൽക്കണേ. എന്താ മോളെ? മനുവേട്ടന് എന്താ അസുഖം? അപ്പൊ കുഞ്ഞിനെ അറിയില്ലേ? മനുക്കുഞ്ഞിനെ ഇടയ്ക്ക് ഭ്രാന്ത് കൂടും. പിന്നെ ഒന്നും പറയണ്ട. ചീരു താടി കൈ കൊടുത്തുകൊണ്ട് അതും പറഞ്ഞിട്ട് മുറിയിൽ നിന്നും പോയി. ഗൗതമനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഒന്നും പറയാതിരുന്ന അമ്മയോട് പോലും അവൾക്ക് ദേഷ്യം തോന്നിപ്പോയിരുന്നു. മുഖം പൊത്തി വേണി കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഗൗതമൻ പുറത്ത് പിള്ളയെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. മുറ്റത്ത് കൊപ്രത്തേങ്ങ വെയിലത്ത് വെച്ച് ചെയ്യുന്ന പണിക്കാരെ നോക്കുന്ന പിള്ളയെ ഗൗതമൻ വിളിച്ചു. എന്താ കുട്ടി? ഇന്നലെ എന്തിനായിരുന്നു പിള്ളച്ചേട്ടൻ മുറിയിലേക്ക് വന്ന്? അത് കുഞ്ഞെ, അച്ഛൻ തമ്പുരാൻ പറയുന്നതെന്ന് വിലക്കിയിട്ടുണ്ട്. പറയുന്നതല്ലേ, എന്റെ സ്വഭാവം എപ്പോഴും മാറുന്ന അറിയില്ല കേട്ടോ. പിള്ളൊന്നും മൗനമായിട്ട് ആലോചിച്ചിട്ട് ഗൗതമനെ നോക്കി പറഞ്ഞു തുടങ്ങി. അത് പിന്നെ വേണിക്കുഞ്ഞിന്റെ അമ്മ മരിച്ചു. ഗൗതമൻ പെട്ടെന്ന് കേട്ടത് ഞെട്ടിധരിച്ച് അയാളെ നോക്കി. എന്നിട്ടെന്താ അപ്പ പറയായിരുന്നു? വേണിമോൾ അറിയിക്കണ്ടെന്ന് അച്ഛൻ തമ്പുരാൻ പറഞ്ഞു. വേണിമോൾ അങ്ങോട്ടേക്ക് ഇനി പറഞ്ഞയക്കില്ലെന്നാ പറഞ്ഞു. പാവം, അവൾക്ക് അവസാനം ഇന്ന് അവളുടെ അമ്മയെ കാണുന്നുണ്ടാവില്ലേ? അയ്യോ കുഞ്ഞെ, വേണ്ട. ഇത് ഞാൻ പറഞ്ഞു എന്നറിഞ്ഞ. പേടിക്കണ്ട, ഞാൻ പറയില്ല. ഗൗതമൻ അച്ഛൻ്റെ അരികിലേക്ക് ചെന്നു. മുറിയിൽ ചാരുകസേരയിൽ മറന്നു കിടന്ന് എന്തോ ആലോചനയിലായിരുന്നു അയാൾ. കാൽ പെരുമാറ്റം കേട്ടതും കണ്ണുറക്കാ കിടന്നുകൊണ്ട് ചോദിച്ചു. എന്താ മനു? അച്ഛാ, വേണിയുടെ അമ്മയെ കാണാൻ. കണ്ണുകൾ തുറന്ന് ഗൗതമനെ നോക്കിയിട്ട് അയാൾ പറഞ്ഞു. മോനെ, നീ വിചാരിക്കും പോലെയല്ല. അവളുടെ അമ്മ ആത്മഹത്യ ചെയ്ത കർമ്മങ്ങളെല്ലാം ഇന്നലെ കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ. അതാവും അയാൾ. അവളുടെ അമ്മാവനധികം ആരും അറിയാതൊക്കെ മറച്ചു വെച്ചു എന്നാ പറയുന്നത്. ഞാനും അറിയാൻ വൈകി. അച്ഛാ, എങ്കിലും
അവളെ നിനക്ക് കൈപിടിച്ചെന്ന് കുറച്ച് മണിക്കൂർ മാത്രമേ അവരുടെ ജീവനുണ്ടായിരുന്നുള്ളൂ. വേണിയോട് ഞാനിത് എങ്ങനെ പറയാച്ചാ? അവളോട് തൽക്കാലം ഒന്നും പറയണ്ട. കാണിച്ചു കൊടുക്കാൻ കുഴിച്ചു മൂടിയ മൺകൂന മാത്രമേ ഉള്ളൂ. കർമ്മങ്ങളെല്ലാം ഇന്നലെ കഴിഞ്ഞു. ഗൗതമനൊന്ന് മൂളിയിട്ട് കൂടുതലൊന്നും മിണ്ടാ മുറിയിൽ നിന്നിറങ്ങി. പഠിക്കൽ നിൽക്കുന്ന പിള്ളയുടെ നേരെ കണ്ണുകളടച്ച് കാണിച്ചിട്ട് അയാൾ വീണ്ടും ചാരികസേരയിൽ നീണ്ടു നിവർന്നിരുന്നു. പിള്ള ഗൗതമനെ നോക്കിയിട്ട് അയാളുടെ അരികിൽ പോയി നിന്നു. മുറിയിൽ കട്ടിലിൽ ഗൗതമനെ കുറിച്ച് ഓരോന്ന് ആലോചിച്ചു കൂട്ടി വേണി ഇരിക്കുന്നുണ്ട്. അവൻ അവിടെ അരികിലേക്ക് ചെന്നു. വേണി തറ ഉയർത്തി നോക്കി. ആൾക്കാരനോട് ദേഷ്യമായിരുന്നില്ല, സാധാമായിരുന്നു തോന്നിയത്. ആൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ അരികിലേക്ക് നടന്നു. അവന് മുറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മയല്ലാതെ വേറെ ലോകം എനിക്ക് ഉണ്ടായിട്ടില്ല. സ്നേഹിക്കാൻ അറിയുന്നൊരു മനസ്സായിട്ടുണ്ടെന്ന് എനിക്ക് ഇന്നലെ ദിവസം കൊണ്ട് മനസ്സിലായി. എനിക്കൊന്നും അറിയില്ല, സ്നേഹം മാത്രമേ അറിയുള്ളൂ. എല്ലാം ഒന്ന് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം മാത്രം തന്നാൽ മതി. വേണിയെ നെഞ്ചിൽ നടത്തി മാറ്റിയിട്ട് ഗൗതമൻ അവിടെ കണ്ണുകൾ നോക്കി പറഞ്ഞു, പക്ഷെ വേണി എപ്പോൾ വേണമെങ്കിലും മനസ്സിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്ന ഒരാളാണ് ഞാൻ. പേടി തോന്നുന്നുണ്ട്. അറിയാം, ഇനി അതൊക്കെ ശ്രദ്ധിക്കാൻ ഞാനില്ലേ. നിനക്ക് എന്നെ പേടിയുണ്ടോ? ഉണ്ട്, പക്ഷെ എനിക്ക് വേറെ ആരും ഇവിടെ ഇല്ലല്ലോ. എന്തൊക്കെ തന്നെ ഉണ്ടായാലും ഞാൻ പോണില്ല. എനിക്കിനി മനയായിട്ട് മാത്രമേ ഉള്ളൂ. അതല്ലേ സത്യം. ഞാൻ ഒരുപാട് ആലോചിച്ചു, അപ്പം എനിക്ക് മനസ്സിലായി. വേണി ചിരിച്ചുകൊണ്ട് വീണ്ടും അവനെ നെഞ്ചിലേക്ക് വീണു. ഗൗതമൻ അവിടെ മുടിയഴിയിൽ തഴുകി അവളെ ചേർത്ത് പിടിച്ചു. അമ്മയെ ഇനി കാണാൻ കഴിയില്ലെന്നറിഞ്ഞ എൻ്റെ വേണി എങ്ങനെ സഹിക്കും എൻ്റെ ഭഗവാനെ. പെട്ടെന്ന് മുറിയുടെ പുറത്തുനിന്ന് വേലക്കാരൻ വന്ന് അവരെ വിളിച്ചു. കുഞ്ഞേ, അച്ഛൻ നമ്പുരാൻ വിളിക്കുന്നുണ്ട്. വേണി അവളിൽ നിന്ന് മാറിയിട്ട് പുറത്തേക്ക് നോക്കി. ഗൗതമൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവളെ നോക്കി. വാ വേണി, ഭക്ഷണം കഴിക്കാം, എന്നിട്ട് ഇവിടെ പരിചയപ്പെടാം. വാ. വേണി അവന്റെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു. അവന്റെ കയ്യിലാണ് അവളുടെ ഇനിയുള്ള ലോകമെന്ന് മാത്രമേ അവൾക്ക് അറിയുകയുള്ളൂ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.